വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ മാന്നാർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി.കെ. ശ്രീദേവി അമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത്. സാമ്പത്തിക തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണി മൂലമാണ് ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തട്ടിപ്പ് സംഘം 65 ലക്ഷത്തോളം രൂപയാണ് ശ്രീദേവി അമ്മയിൽ നിന്ന് പലതവണയായി തട്ടിയെടുത്തത്. മാന്നാറിലെ മുൻ വനിതാ പഞ്ചായത്ത് അംഗവും മറ്റൊരു സ്ത്രീയും ഉൾപ്പെടുന്ന സംഘമാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം. മാന്നാർ, ചെന്നിത്തല പ്രദേശങ്ങളിൽ നിന്ന് പലരിൽ നിന്നായി 3 കോടി രൂപയിലേറെ ഇവർ തട്ടിയെടുത്തിട്ടുണ്ട്. കേന്ദ്ര പദ്ധതി പ്രകാരം 55 വനിതകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനായി 10 കോടി രൂപ ലഭിക്കുമെന്നും അതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി കുറച്ച് പണം നൽകി സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ സ്ത്രീകൾ ശ്രീദേവി അമ്മയെ സമീപിച്ചത്. പണം നൽകിയതിന് പിന്നാലെ കൂടുതൽ പണം സംഘം ആവശ്യപ്പെട്ടു. എന്നാൽ പണം തിരികെ ചോദിച്ചതോടെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മാന്നാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് കോടതിയിലും കേസ് ഫയൽ ചെയ്തു. മാന്നാർ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ഇവർ ഏതാനും ദിവസം മുൻപ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം വിയ്യപുരം പോലീസ് ഇൻസ്പെക്ടർക്ക് കൈമാറിയിരുന്നു. ശ്രീദേവിയുടെ മരണത്തിൽ മാന്നാർ പോലീസ് അന്വേഷണം ഫലപ്രദമായില്ലെന്നും മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മകൾ ശ്രീജ പറഞ്ഞു. അഡ്വക്കേറ്റ് വഴി നമ്മൾ CMP ഫയൽ ചെയ്ത് FIR ചെയ്ത് ആ നമ്പർ കൊണ്ടാണ് നമ്മൾ മാഡത്തെ മാഡം ഈ ഒരു കേസ് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മുടെ മുന്നിൽ നിന്നാണ് മാഡം വിളിക്കുന്നത്. സ്റ്റേഷനിൽ വിളിച്ചു വരുമ്പോൾ അവരെന്തോ ഉത്തരം പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ മാഡം പറഞ്ഞു പിന്നെ തെളിവുകളുടെ കാര്യമൊന്നുമില്ല, ഈ 2 പെണ്ണുങ്ങൾ 70 ലക്ഷം രൂപ എവിടെ കൊടുക്കും എന്ന് എനിക്ക് കണ്ടുപിടിച്ചാണ്. പിന്നെ ആ തെളിവായിട്ട് അങ്ങോട്ട് വാ, എങ്ങനെ നിങ്ങൾ തെളിയിക്കും? ഞാൻ ആകെ ഒരു വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് പറഞ്ഞു. പിന്നെ പുള്ളി എന്തൊക്കെയോ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. ഈ കാലത്ത് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേഷനിൽ പോകുന്നത്. ഇങ്ങനൊരു എക്സ്പീരിയൻസ് എടുത്തുള്ള ഭയങ്കര ആക്റ്റീവായിരുന്നു. വക്കീലെ അവിടുത്തെ പോലീസ് വിളിച്ചിട്ട് ചോദിച്ചു, പിന്നെ ഇതെന്തോ സാർ തെളിവൊന്നുമില്ല. നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ജോലിയല്ലേ. സാധാരണക്കാരുടെ പണം തട്ടിയെടുത്ത് തട്ടിപ്പ് നടത്തുന്ന ഗൂഢസംഘം മാന്നാറിൽ പ്രവർത്തിക്കുന്നുണ്ട്. സമഗ്രാന്വേഷണം നടത്തി തട്ടിപ്പ് സംഘത്തെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മന്ത്രി സജി ചെറിയാൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഗൂഢസംഘം മാന്നാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പോലീസിന് ധാരാളം പരാതികൾ ഇത് സംബന്ധിച്ച് കൊടുക്കുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ കുറ്റവാളികൾ ഇന്നും ഈ സമൂഹത്തിൽ മാന്യത ചവഞ്ഞ് നടക്കുകയും ധാരാളം ആളുകളിൽ നിന്ന് സമ്പത്ത് കൈക്കലാക്കുകയും പൊതുപ്രവർത്തകരായ നിരവധി ആളുകളെ മധ്യസ്ഥരാക്കി പണം തട്ടിക്കൊണ്ട് അവരെ എല്ലാം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണതയാണ് മാന്നാർ പ്രദേശത്ത് കണ്ടുവരുന്നത്. അടിയന്തരമായി പോലീസിന്റെ ശക്തമായ അന്വേഷണം ആരംഭിക്കാനും ഇതിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും സന്നദ്ധമാകണം. പഞ്ചായത്ത് ഭരണസമിതിയെ നയിക്കുകയും പൊതുജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കിയ പൊതുപ്രവർത്തകയുമായിരുന്ന ശ്രീദേവി അമ്മയുടെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടന്ന് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. മാലിന്യ സംസ്കരണം കൃത്യമായി നടത്താതെ മലിനജലം ജനവാസ മേഖലയിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടുക്കി ആനച്ചാലിൽ പ്രവർത്തിക്കുന്ന 2 റിസോർട്ടുകൾ പൂട്ടി. വെള്ളത്തൂവൽ